ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ത്രീ പീസ് കുർത്തി കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ പോയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തിട്ട് നമ്മൾ ചുരിദാറിൻ്റെ അളവിൽ സൈസ് മാർക്കൊക്കെ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്ലീവും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നെക്കും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഫേസിങ് വെച്ച് തിരിച്ചെടുക്കാം, ബാക്കിൽ വന്ന് ക്രോസ് പീസ് ചെയ്തെടുക്കാം കേട്ടോ. നെക്ക് ഇപ്പോൾ ഫേസിങ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചതുരത്തിലുള്ള ഒരു പീസ് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് കഴുത്തിറക്കം എത്രയാണ് വേണ്ടത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് 3 ഇഞ്ച് വിഡ്ത്തും 5.5 ഇഞ്ച്, ഇവിടെ നിന്ന് 3 ഇഞ്ച്. ഒരു ബോക്സ് മാതിരി വരച്ചിട്ടുണ്ട്. ഞാൻ റൗണ്ട് നെക്ക് തന്നെയാണ് വെച്ചെടുക്കുന്നത്. ഒരു ചെറിയ ഇങ്ങനെ കർവ് വരച്ചു കൊടുക്കാം, കട്ട് ചെയ്തെടുക്കുക. നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റും ഒന്ന് മടക്കിയെടുക്കുക. നമ്മളത് ഒന്ന് അരികൊന്ന് മടക്കിയടിച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട് നമ്മൾ 2 പാർട്ട് വെട്ടിയെടുത്തില്ലേ, നമുക്കതിന് ഫ്രണ്ടൊന്ന് വെട്ടിയെടുക്കാം. ഇതാണ് ഫ്രണ്ട് പാർട്ട്. ആം ഹോള് മാർക്ക് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഫ്രണ്ടിൽ കുഴിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കറക്റ്റായി ഒപ്പം പിടിച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. രണ്ടും ഒപ്പം വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മാറിപ്പോകില്ല കേട്ടോ. നമുക്ക് നെക്കൊന്ന് വെച്ച് പിടിപ്പിക്കാം. നല്ല പീസ് വയ്ക്കുക. വിട്ടൊക്കെ കറക്റ്റായി മാർക്ക് ചെയ്തതിന് ശേഷം 3 ഇഞ്ചില്ലേ കഴുത്തകലം, അപ്പം 3 ഇഞ്ച് നമുക്ക് ഇവിടുന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ച് വരുന്നുണ്ട് ഇവിടെ. നമുക്ക് മാർക്ക് ചെയ്യുമ്പോൾ തെറ്റായി പോവില്ല. വെച്ചതിന് ശേഷം കറക്റ്റായി ഇങ്ങനെ വയ്ക്കുക. ഇതിന് ശേഷം ചുറ്റും ഒന്ന് അടിച്ചെടുത്തിട്ട് വരിക, എന്നിട്ട് മറിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചുറ്റും ഒന്ന് അടിച്ചെടുത്തിട്ട് ആ സെൻറ്റർ പീസുള്ളത് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കാം. നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ ചുളിവ് വരാതിരിക്കാനാണ്. എന്നിട്ടൊന്ന് ഭാഗം കൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം മറിച്ചടിക്കുക. നമുക്ക് നെക്ക് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. ഇതൊന്ന് പതിച്ചടിക്കുക. നമ്മളിപ്പോൾ നെക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് പതിച്ചടിച്ചു, പിന്നെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ചുറ്റും കൂടി ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കും ഇതേമാതിരി ഫേസിങ് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അത് നമുക്ക് ക്രോസ് പീസ് ഇങ്ങനെ വലിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ തുണിയില്ലേ ഇങ്ങനെ വളഞ്ഞു കിട്ടണം, അതാണ് ക്രോസ് പീസ്. ആദ്യം ഒന്ന് ക്രോസ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ഒരു 1 ഇഞ്ച് ലെങ്ത്തിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുക. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കിങ്ങനെ ക്രോസിലൊന്നും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ക്രോസിൽ ത്രികോണത്തിൻ്റെ ഷേപ്പൊക്കെ ഇല്ലേ, അങ്ങനെ കെട്ടണം. അതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇത്ര നീളത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് നെക്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇത് 3 ഇഞ്ച് അകലം, ഒരു 6.5 ഇഞ്ച് വെക്കുന്നുണ്ട്. ബോക്സ് ആക്കുക. എന്നിട്ട് റൗണ്ട് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണോ. ചിലപ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മളപ്പോൾ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് വീഡിയോ കണ്ട് നോക്കുക കേട്ടോ. ഞാൻ പറയുന്നത് ചിലപ്പോൾ എനിക്കേ കൺഫ്യൂസായി പോകാറുണ്ട്. നമുക്ക് നെക്കും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല പീസ് കേട്ടോ, നല്ല പീസ് അങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ ക്രോസ് പീസില്ലേ, ക്രോസ് പീസ് ഇങ്ങനെ മുറിക്കുക. മുറിച്ചതിന് ശേഷം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വലിക്കരുത്, സാധാ രീതിയിൽ തന്നെ ഇങ്ങനെ വയ്ക്കുക. വെച്ചതിന് ശേഷം മെല്ലെ 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 പിടിച്ച് ഇങ്ങനെ റൗണ്ടിൽ ഇതുവരെ അടിച്ചുകൊണ്ട് വരിക. നമ്മൾ വലിച്ച് പിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ചുരുക്കി വരും, നെക്ക് നല്ല ഫിനിഷിങ് ഉണ്ടാവില്ല. ചുറ്റും അടിച്ചിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇത് ചുറ്റും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കില്ലേ, അപ്പോൾ ഈ സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ നമുക്കിവിടെ ഒന്ന് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ ഇതിൽ കൂടെ തന്നെ ജോയിൻ ചെയ്ത് കാണിക്കാം. എല്ലാ ചുരിദാറും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ജോയിൻ ചെയ്യാം. ഈ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ, ഇവിടുത്തെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത് മടക്കി വെച്ചതിന് ശേഷം 2 ഷോൾഡറും കൂടി ഒരുമിച്ച് വെക്കുക, എന്നിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ തയ്യൽ തുമ്പ് കാണും. ഇത് കാണാത്ത രീതിയിൽ ഇതിനോട് ചേർത്ത് വയ്ക്കുക. നല്ല പീസും കൂടി ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഈ ക്രോസ് പീസില്ലേ, ക്രോസ് പീസൊന്ന് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് തുടങ്ങുക. ഒരു സ്റ്റിച്ച് എടുത്തു, ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് ഷോൾഡർ ഒന്ന് ഈ ക്രോസ് പീസ് ഇങ്ങനെ ഇട്ടോ മടക്കുമ്പോൾ നമുക്ക് കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേമാതിരി ഈ വശം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ 2 ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. ഇനി നെക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. നെക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അരികത്തൂടെ ഇങ്ങനെ പിടിച്ച് ഒന്ന് വിരലം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുവരെ ചുറ്റും അടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ബാക്കത്തെ നെക്കും അടിച്ചെടുത്തിട്ടുണ്ട്, ഫ്രണ്ടത്തും ഷോൾഡറും ചെയ്തു. ഇനി സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. ഞാൻ അതിൽ സ്ലീവ് കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ജോയിൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണിച്ചില്ല. പക്ഷെ ഞാൻ ഇങ്ങനത്തെ സ്ലീവ് വെച്ചു കേട്ടോ, പഫ് സ്ലീവിൽ. അങ്ങനെ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ഇങ്ങനെ ചെയ്യും, ഇല്ലെങ്കിൽ സാധാ സ്ലീവ് ചെറുതോ എൽബോ സ്ലീവോ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുക. അപ്പം ഞാൻ 2 സ്ലീവും അതിൽ തന്നെ ചെയ്തെടുത്തു. ഇനി സ്ലീവ് ജോയിൻ കൂടി ഒന്ന് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം.
നല്ല വശം വയ്ക്കാം, സ്ലീവിൻ്റെ നല്ല വശവും വയ്ക്കുക. ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നോക്കിയിട്ട് ചെറിയൊരു കട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററും ഈ സെൻറ്ററും കൂടി ഒരുമിച്ച് വയ്ക്കാം. ഒരുമിച്ച് വെച്ചിട്ട് ആദ്യം ഇങ്ങനെ ചെറുതായിട്ട് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് നൂല് കട്ട് ചെയ്തെടുക്കുക. പിന്നെയും ഇതേ സെൻറ്ററിൽ കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഇതും അങ്ങനെ ചെയ്താൽ അപ്പോൾ ഒരു സൈഡ് കഴിഞ്ഞു. ഇനി മേലക്കൂടെ ഒരു ഡബിൾ സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കുക. സ്ലീവ് എപ്പോഴും അങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് ഒപ്പത്തിൽ കിട്ടും കേട്ടോ. അങ്ങനെ കൊണ്ടുവരിക. ഒരു സ്ലീവ് ഞാൻ കാണിച്ചു തരാം. കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ വശം കൂടി ഒന്ന് ചെയ്തെടുക്കാം. കറക്റ്റായി സെൻറ്ററിൻ്റെ അവിടെ നിന്ന് തന്നെ തുടങ്ങുക. കറക്റ്റായി പിടിച്ചതിന് ശേഷം തുണി ഉള്ളിലോട്ട് പോകണ്ടോ നോക്കുക കേട്ടോ. ഈ തുണി രണ്ടും ഒപ്പം വെച്ചിട്ട് ഇനി ഡബിൾ സ്റ്റിച്ചും കൂടി ഒന്ന് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് കൈയും ബോഡിൻ്റെ അളവും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഇതിൽ പിന്നെ ഓപ്പൺ ഒന്നും ഇല്ലല്ലോ, സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് അടിച്ചിട്ട് വരാം. അടിച്ച് ഈ ഷേപ്പിനനുസരിച്ച് കൊണ്ടുവരിക. ഇങ്ങനെ ഷേപ്പിനനുസരിച്ച് കൊണ്ടുവന്നിട്ട് താഴോട്ട് വരെ ഇതുവരെ ഷേപ്പ് കൊണ്ടുവരിക. ബോഡിൻ്റെ ഹിപ്പിൻ്റെ അളവ് വരെ ഷേപ്പിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ നീളത്തിൽ താഴോട്ട് ഇങ്ങനെ അടിച്ചു കൊണ്ടുവരിക. നീളത്തിലില്ല, സോറി, വിഡ്ത്തിൽ കൊണ്ടുവന്നതിന് ശേഷം അരികൊന്ന് മടക്കിയടിക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ കുർത്തി. അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. വീഡിയോ ലെങ്ത് ആണെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റിച്ചിങ് കാണിക്കാത്തത്. ഇത് പറഞ്ഞത് മനസ്സിലായില്ലേ? ഷേപ്പ് മാർക്ക് ചെയ്യുക, എന്നിട്ട് ബോഡി ഷേപ്പ് ഒന്ന് അടച്ച് താഴോട്ട് വരെ ചെയ്തെടുത്തിട്ട് അരികും കൂടി ഒന്ന് മടക്കിയടിക്കുക. ഇപ്പോൾ നമ്മൾ ഷേപ്പും അരികൊക്കെ മടക്കിയെടുത്തിട്ടുണ്ട്. അരികൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട അതൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിൻ്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം. എങ്ങനെയുണ്ടാവും നമുക്ക് ഇത്ര ഫ്ലെയർ കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.